തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടാണ് ഇവർ സംസാരിക്കുന്നതെന്നാണ് കമ്മ്യൂണിസ്റ്റ് പറയുന്നത്. അവർ മുന്നോട്ട് വെക്കുന്ന ആശയം അത് തന്നെയാണ്. എന്നിട്ട് ഈ തൊഴിലാളികളെ തന്നെ അടിച്ചു കൊന്നിട്ട് അവിടെ പോയിട്ട് തൊഴിലാളി സമരമാണെന്ന് പറയാനായിട്ട് എന്ത് യോഗ്യതയാണുള്ളത്? ഈ പറയുന്ന പല ആളുകളും സർക്കാരിൽ പല ഓഫീസുകളും പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ തന്നെ വി ശിവൻകുട്ടി അദ്ദേഹം കമ്മിറ്റി ഓഫീസിലേക്ക് പോയി, അദ്ദേഹത്തിന് വീട്ടിൽ ഇരിക്കാൻ വയ്യ, അത് പണിമുടക്കാണെങ്കിലും അദ്ദേഹം പോകും. അതായത് ഈ സമരം നടത്തണമെന്ന് പറഞ്ഞ ആളുകൾ ഇവരെല്ലാം ഓഫീസുകളിൽ പോയി. അതേസമയം ഈ ദിവസവേതനത്തിനും അല്ലെങ്കിൽ മാസവേതനത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് ഇന്നൊരു ദിവസം അവധിയാണ്, അവർക്കൊരു ഓഫൊന്നുമല്ല, അതായത് വീക്ക് ഓഫോ അങ്ങനെയുള്ളൊരു ഓഫൊന്നും കൊടുക്കില്ല, അവർക്ക് ലീവായിട്ട് തന്നെ പോകുള്ളൂ. അപ്പോൾ അവരുടെ സാലറി കട്ടായിക്കോട്ടെ, എന്നാലും കുഴപ്പമില്ല, ഞങ്ങൾ സമരം ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ നിൽക്കുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണമുള്ളൊരു കാര്യമാണോ ഇത്? CITU അല്ലെങ്കിൽ ചുമട്ട് തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ചുമട്ട് തൊഴിലാളികൾ ചെയ്യുന്ന കൊള്ളരുതായ്മകളെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വീഡിയോ ചെയ്തതാണ്. അതിൽ അങ്ങനെയുള്ള ആളുകൾ തന്നെയാണ് ഇതിനു വേണ്ടിയിട്ട് മുന്നിലേക്ക് നിൽക്കുന്നത്. അപ്പം അവർ ചെയ്യുന്ന കൊള്ളരുതായ്മകളെ കരിവാരി തേക്കാനോ അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് ഹോസ്പിറ്റലിലൊക്കെ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ കണ്ടാണ് അതൊക്കെ ചിലപ്പം തേച്ച് മായ്ച്ച് കളയാനോ ഒക്കെ ആയിരിക്കും ഒരുപക്ഷെ ഈ ഒരു സമരമായിട്ട് ഇവർ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും ചെയ്യുന്നത് കൊള്ളരുതായ്മയാണ്, അതല്ല അതിനപ്പുറത്തേക്കൊന്നും പറയാനില്ല. പലയിടങ്ങളിലും കണ്ടൊരു